ഹലോ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടത് എന്തൊക്കെയാണ്? രണ്ട് തരം അസസ്മെന്റിന്റെ ടൈപ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമ്മൾ രണ്ട് തരം അസസ്മെന്റിന്റെ ടൈപ്സ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പേർപ്പസ് ആയിരുന്നു. അതിൽ നമുക്ക് 4 സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ആ 4 സബ് ഡിവിഷൻസ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഒന്ന് പ്ലേസ്മെന്റ് അസസ്മെന്റ് ആയിരുന്നു, എൻട്രൻസ് ടെസ്റ്റ് പോലത്തത്. രണ്ടാമത്തത് ഫോർമേറ്റീവ് അസസ്മെന്റ് ആയിരുന്നു, അതായത് നമുക്കൊരു ഫീഡ്ബാക്ക് തരുന്ന പോലത്തെ അസസ്മെന്റ്. തേർഡ് വൺ എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് ആയിരുന്നു. സമ്മേറ്റീവ് അസസ്മെന്റ് എക്സാമ്പിൾ എന്താണ്? നമ്മുടെ എൻ ടേം എക്സാംസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞതാണ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്ന് പറഞ്ഞത്. സോ ദീസ് വെർ ഓൾ ബേസ്ഡ് ഓൺ ദി പർപ്പസ് ഓഫ് യുവർ അസസ്മെന്റ്. ദ സെക്കൻഡ് ടൈപ്പ് വാസ് ബേസ്ഡ് ഓൺ ദി പർപ്പസ് ഓഫ് ക്വസ്റ്റനിങ്. എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടും അസസ്മെന്റ് ടൈപ്സ് ഉണ്ടായിരുന്നു. 2 ടൈപ്സ് ആണ് ബേസിക്കലി ഉള്ളത്. ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് അസസ്മെന്റും സബ്ജക്റ്റീവ് അസസ്മെന്റും. ആ സബ്ജക്റ്റീവ് അസസ്മെന്റ് തന്നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആരായിട്ടാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് 3 സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പം വിത്ത് റെസ്പെക്ട് ടു ആരാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഫസ്റ്റ് സബ് ഡിവിഷൻ, ഇഫ് യു ആർ കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിച്ചിരുന്നത് എന്താണ്? ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് എന്നാണ്. എന്നാൽ വിത്ത് റെസ്പെക്ട് ടു എ ഗ്രൂപ്പ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പിയേഴ്സ് അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിച്ചിരുന്നത് എന്താണ്? നോം റെഫറൻസ്ഡ് അസസ്മെന്റ് എന്നാണ്. ആൻഡ് ഫൈനലി നമ്മളെ തന്നെ വെച്ചിട്ട് നമ്മുടെ പാസ്റ്റും നമ്മുടെ പ്രസന്റും വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ പറഞ്ഞാണ് നമ്മൾ എന്ത്? ഇപ്സെറ്റീവ് അസസ്മെന്റ്. അപ്പൊ ഇത്രയാണ് നമ്മൾ കണ്ടത്. ഇനി ഒരു 2 ടൈപ്സും കൂടെ നമുക്ക് കാണാനുണ്ട്. വൺ ഇസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ അസസ്മെന്റ്, അതേപോലെ തന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അസസ്മെന്റ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് കാണാം. സോ വാട്ട് ഇസ് ഫോർമൽ അസസ്മെന്റ്? ഫോർമൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്ട്രക്ചേർഡ് വേ ഓഫ് അസസ്മെന്റ്. സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, സ്ട്രക്ചേർഡ് ആണ്, ഇവാലുവേഷൻ ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ക്രൈറ്റീരിയ. അപ്പൊ അതെന്താണ്? അത് നേരത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും, അതിനൊരു സ്കോറിംഗ് സിസ്റ്റം കാണും, അതിന്റെ ഗ്രേഡ്സിന് നല്ല വിലയുണ്ടാവും. നമ്മുടെ എക്സാംസ് ഒക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ്, അതൊക്കെയാണ് എന്തിന്റെ എക്സാമ്പിള്? ഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റിന്റെ എക്സാമ്പിള്. എന്നാൽ ഇൻഫോർമൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോണ്ടേനിയസ് ആയിട്ട് നടത്തുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെ നടന്നിട്ട് ഒബ്സർവ് ചെയ്യുന്നില്ലേ? ഒബ്സർവ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കുട്ടികളെ കുറിച്ച്? അപ്പം അതെന്താണെന്നാ പറയുന്നത്? ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഒരാളെ അസസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് പ്ലാൻഡ് ആയിരിക്കുമോ? അല്ല. പിന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? അതായത് ഇത് നമുക്ക് പറയാം, ഫോർമേറ്റീവ് അസസ്മെന്റ് ഒരു ടൈപ്പ് ഓഫ് ഇൻഫോർമൽ അസസ്മെന്റ് ആണെന്ന് പറയാം അല്ലേ? അതിലെന്താ നമ്മൾ ചെയ്യുന്നത്? ഫോർമേറ്റീവ് അസസ്മെന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അസസ് ചെയ്യാണ്. അതായത് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ അസസ് ചെയ്തിട്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്യാപ്സ് ഫിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അല്ലെ. എന്നിട്ടോ അത് ആ കുട്ടിയുടെ ഇംപ്രൂവ്മെന്റിനായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചിങ് സ്ട്രാറ്റജീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക സച്ച് ദാറ്റ് ആ കുട്ടിക്ക് അറിയാത്ത കാര്യങ്ങൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ അറിയാത്തതിലേക്ക് എത്തിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എന്ത്? ഈ ഇൻഫോർമൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റ് നമുക്ക് ഇവിടെ ഓർക്കാം അല്ലെ. സോ എക്സാമ്പിൾസ് എന്താണ്? ഇപ്പൊ ക്ലാസ് ഡിസ്കഷൻ ആണെങ്കിലും ടീച്ചറിന്റെ ഒബ്സർവേഷൻസ് ആണെങ്കിലും ഇതെല്ലാം എന്താണെന്നാ പറയുന്നത്? ഇൻഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ്, അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? അതിന്റെ സ്ട്രക്ചറാ പറയുന്നത്. ഫോർമൽ അസസ്മെന്റിന്റെ സ്ട്രക്ചർ എന്താണ്? റിജിഡ് ആണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. എന്നാൽ ഇൻഫോർമൽ ആണെങ്കിലോ ഇറ്റ്സ് ഫ്ലെക്സിബിൾ ആൻഡ് ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ്. ഇനി പർപ്പസ് എന്താണ്? ഫോർമൽ അസസ്മെന്റ് എന്തിനാണ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. എന്നാൽ ഇൻഫോർമൽ അസസ്മെന്റോ ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഫീഡ്ബാക്കിനാണ്. ഇനി എപ്പോഴാണ് നമ്മൾ ഫോർമൽ അസസ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്? പീരിയോഡിക്കലി നമ്മൾ ഷെഡ്യൂൾ ചെയ്യില്ലേ? എക്സാംസും എൻ ടേം എക്സാംസും മിഡ് ടേം എക്സാംസും ഒക്കെ എന്താണ്? പീരിയോഡിക്കലി ഷെഡ്യൂൾ ചെയ്യും. എന്നാൽ ഇൻഫോർമലോ? ഇൻഫോർമൽ അസസ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഇറ്റ് ഇസ് എ ഡെയിലി പ്രോസസ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഈ ഇൻഫോർമൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഗ്രേഡിംഗിന്റെ ഇഫക്റ്റ് എന്താണ്? ഫോർമൽ അസസ്മെന്റ് ആണെങ്കിൽ ഗ്രേഡഡ് ആണ്, ആ ഗ്രേഡിനൊക്കെ എഫക്റ്റും ഉണ്ട്. എന്നാൽ ഇൻഫോർമൽ ആണെങ്കിലും അത് ഗ്രേഡഡ് അല്ല. സോ ദിസ് ഇസ് വാട്ട് another type of assessment. That is അതിൽ 2 ടൈപ്സ് വരുന്നത് എന്തൊക്കെയാണ്? ഫോർമൽ അസസ്മെന്റ് ആൻഡ് ഇൻഫോർമൽ അസസ്മെന്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഇന്റേണൽ അസസ്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ അസസ്മെന്റ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അസസ്മെന്റ് നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ഇന്റേണൽ എക്സാമും എക്സ്റ്റേണൽ എക്സാമും കൊടുക്കാറില്ലേ? അപ്പം ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ തന്നെ എന്തായിരിക്കും? കണ്ടക്ടഡ് ബൈ എഡ്യൂക്കേറ്റേഴ്സ് വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാലോ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ അസസ് ചെയ്യുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഒക്കെ തന്നെ മതി ഇതിൽ.
അല്ലെ? അപ്പം ഇന്റേണൽ എക്സാം നടത്തുന്ന ആരായിരിക്കും? നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിരിക്കും. എക്സ്റ്റേണൽ ആണെങ്കിലോ എക്സ്റ്റേണൽ എക്സാമിനേഴ്സ് വരും, അല്ലെങ്കിൽ CBSE ആണെങ്കിൽ അവർ പറഞ്ഞു വരുന്ന അക്രഡിറ്റേഷൻ ബോർഡ്സ് അസൈൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും വരുന്നത്. ഓക്കെ, സോ അസസേഴ്സ് ആരാണ്? എക്സ്റ്റേണൽ അസസ്മെന്റിലാണെങ്കിൽ എക്സ്റ്റേണൽ എക്സാമിനേഴ്സ് ആയിരിക്കും. പിന്നെ ഇന്റേണൽ അസസ്മെന്റ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? മോണിറ്റർ ദ ഓൺ ഗോയിങ് പ്രോഗ്രസ് ആണ്, പിന്നെ ഫോർമേറ്റീവ് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ്, പിന്നെ എന്തിനാണ്? ഗൈഡ് ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്സ്റ്റേണൽ ആണെങ്കിലോ എക്സ്റ്റേണൽ ഇപ്പൊ നമ്മൾ ഫൈനൽ എൻഡ് ടേം എക്സാം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ എക്സ്റ്റേണൽ വന്ന് അസസ് ചെയ്യുന്നത് എന്തിനാ? നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ പാസ് ആണോ ഫെയിൽ ആണോ എന്ന് പറയാൻ, സ്റ്റുഡൻസിനെ ബെഞ്ച് മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് നമ്മൾ അസസ്മെന്റ് ചെയ്യിക്കുന്നത്. എക്സാമ്പിൾസ് രണ്ടിനും തന്നിട്ടുണ്ട്. ഇന്റേണൽ അസസ്മെന്റ് എക്സാമ്പിൾ എന്താണ്? ക്ലാസ് റൂം ക്വിസസ്, പ്രോജക്ട്സ്, ടീച്ചർ ക്രിയേറ്റഡ് എക്സാംസ്, ഇതൊക്കെ ഇന്റേണൽ അസസ്മെന്റ് ആണ്. ഈ എക്സാംസ് തന്നെ എക്സ്റ്റേണൽ എന്താണ്? നമ്മുടെ ബോർഡ് എക്സാംസ് എന്താണ്? എക്സ്റ്റേണൽ ആണ് അല്ലെ? നാഷണൽ ബോർഡ് എക്സാംസ് ഉണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റി അക്രഡിറ്റേഷൻ റിവ്യൂസ് ഉണ്ട്, ഇതെല്ലാം എക്സ്റ്റേണൽ എക്സാംസ് ആണ്. ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? ഇന്റേണൽ ആണെങ്കിൽ എങ്ങനെയാണ്? റെഗുലർ ആയിട്ട് ടീച്ചേഴ്സ് നടത്തുന്നത്. അത് വീക്ക്ലി ആവാം, മന്ത്ലി ആവാം, പക്ഷെ ഇതൊക്കെ റെഗുലർ ആയിട്ട് ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളിൽ തന്നെ നടത്തുന്ന കാര്യങ്ങളാണ്. എന്നാൽ എക്സ്റ്റേണലോ പീരിയോഡിക്കലി ആണ്. അതായത് നമ്മൾ ഒരു സെമസ്റ്റർ എൻഡ് ആവുമ്പോൾ നടത്തും, അല്ലെങ്കിൽ ഒരു ഇയർ എൻഡ് ആവുമ്പോൾ നടക്കും. അങ്ങനെയാണ് നമ്മൾ എക്സ്റ്റേണൽ അസസ്മെന്റ് നടത്തുന്നത്. പിന്നെ ഗ്രേഡിംഗ് എങ്ങനെയാണ്? ഇന്റേണൽ ആണെങ്കിൽ ഫോർമേറ്റീവ് ഗ്രേഡിംഗ് ആയിരിക്കും, എക്സ്റ്റേണൽ ആണെങ്കിലോ സമ്മേറ്റീവ് ഗ്രേഡിംഗ് ആയിരിക്കും. ഇത് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് എന്ന് വരുന്ന കൺസെപ്റ്റ് എല്ലായിടത്തും വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ തന്നെ ഈ ഒരു പോയിന്റ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് നമ്മളൊന്ന് സെപ്പറേറ്റ് ആയിട്ടും പഠിക്കും ലേറ്റർ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ബയസ് പൊട്ടൻഷ്യൽ. ഇന്റേണൽ ആണെങ്കിൽ എങ്ങനെയാണ്? പോസിബിൾ ആണ് അല്ലെ ബയസ് ചെയ്യാനായിട്ട്, പക്ഷെ എക്സ്റ്റേണൽ പറ്റുമോ? ഇല്ല. നമുക്ക് അറിയാത്ത ആളാ വരുന്നത്, നമുക്ക് എങ്ങനെ ബയസ് ചെയ്യാൻ പറ്റും? എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? പറ്റില്ല. പിന്നെ ഫീഡ്ബാക്ക് ഇന്റേണൽ അസസ്മെന്റ് ആണെങ്കിൽ ടീച്ചർ അപ്പൊ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് തരും അല്ലെ? ഡീറ്റെയിൽഡ് ഫീഡ്ബാക്ക് തരും, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, എല്ലാം തരും. എന്നാൽ എക്സ്റ്റേണൽ ആണെങ്കിലോ ആ പേപ്പർ ഫുള്ള് നോക്കി കഴിഞ്ഞാലേ അറിയൂ, അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന സമയത്തെ നമുക്ക് എന്തറിയുള്ളൂ? എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ്, എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ അറിയുള്ളൂ. സോ ഇത് പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ ആണ് ഇന്റേണൽ അസസ്മെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പക്ഷേ എക്സ്റ്റേണൽ ആണെങ്കിൽ ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നത്? എംപ്ലോയർ വരും, യൂണിവേഴ്സിറ്റി വരും, റെഗുലേറ്ററി ബോഡീസ് വരും. അവരെല്ലാവരും എന്തിലായിരിക്കും? ഇതിൽ ഇൻവോൾവ് ആയിരിക്കും. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്റേണൽ അസസ്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ അസസ്മെന്റ് ഇത് വേറൊരു ടൈപ്പാണ്. ഇനിയിപ്പോ നമ്മൾ സമ്മറൈസ് ചെയ്യാണ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ടൈപ്സ് ഓഫ് അസസ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ ഫോർ പർപ്പസ് നമ്മൾ എന്ത് പഠിച്ചു? 4 ടൈപ്പ് ഓഫ് അസസ്മെന്റ് പഠിച്ചു. ഏതൊക്കെയാണ്? പ്ലേസ്മെന്റ് അസസ്മെന്റ്, ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. പിന്നെ ബേസ്ഡ് ഓൺ ക്വസ്റ്റനിങ് നമുക്കത് 2 ടൈപ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ കമ്പാരിസൺ എന്തുമായിട്ടാണോ ചെയ്യുന്നത് എന്ന ബേസിസിൽ നമുക്ക് 3 ടൈപ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ക്രൈറ്റീരിയ ബേസ്ഡ്, നോം ബേസ്ഡ്, ഇപ്സെറ്റിക്. പിന്നെ നമുക്ക് 2 ടൈപ്പും കൂടി ഉണ്ട്. ഏതൊക്കെയാണ്? ഫോർമൽ ആൻഡ് ഇൻഫോർമലും, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണലും. സോ ഇതാണ് ടോട്ടൽ സമ്മറി ഓഫ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ കണ്ടാൽ നമുക്ക് എല്ലാ അസസ്മെന്റിന്റെയും ടൈപ്സിൽ ഞാൻ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിനും എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി.